എല്ലാവർക്കും നമസ്കാരം. മത രാഷ്ട്രീയ ഫാസിസത്തിനെതിരെ മതേതര ഉത്സവം. നമ്മൾ ഇന്നത്തെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഫാസിസം എന്ന വാക്ക് കേട്ടു തുടങ്ങിയിട്ട് പ്രത്യേകിച്ച് ഈ കാലയളവിൽ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളെ ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും കാണുന്ന ഒരു പ്രവണതയാണ് ഫാസിസം. ഫാർ റൈറ്റിൻ്റെ ഒരു അതോറിറ്റേറിയൻ വേ ഓഫ് തിങ്കിങ്ങും ആക്ടിങ്ങും പൊളിറ്റിക്സിലാണെങ്കിലും മതത്തിലാണെങ്കിലും അത് എത്രമാത്രം ജനങ്ങളെ ഇന്ന് പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളത് ചിന്തിക്കുന്നവർക്കെങ്കിലും കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതിനൊരു പ്രത്യേക അജണ്ട ഉണ്ടാക്കി നമ്മൾ സിറ്റിസൺസിനും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന് അധികം വില കൽപ്പിക്കാതെ, സോഷ്യൽ ഈക്വാലിറ്റിക്ക് വില കൽപ്പിക്കാതെ അവനവൻ്റെ അജണ്ട നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണത കാണാൻ സാധിക്കുന്നുണ്ട്. ഉത്സവം എന്ന വാക്ക് ഞാൻ ചെറുപ്പം മുതൽ കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് അമ്പലത്തിലെ ഉത്സവമായിരുന്നു. അത് എന്നെപ്പോലെയുള്ള ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചവർക്ക് പോകാൻ പാടില്ലാത്ത ഒരു സ്ഥലം. ഞാൻ ജനിച്ചു വളർന്നത് കണ്ണൂർ ആലക്കോട് എന്ന് പറയുന്ന ഒരു കുടിയേറ്റ ഇതിലാണ്. മൈ പേരൻസ് കോട്ടയത്തു നിന്ന് അങ്ങോട്ട് പോയവരായിരുന്നു. ഞാൻ അവിടെയാണ് ജനിച്ചതും. അപ്പോൾ എൻ്റെ ഫാദറും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഉത്സവം കാണാൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ചേഞ്ച്, അന്ന് ടി വിയോ പത്രമോ ഒന്നും ഇല്ലാത്ത കാലത്ത്, വൈദ്യുതി ഇല്ലാത്ത കാലത്ത് നടന്ന് ഒരു 15 കിലോമീറ്റർ നടന്ന് അരങ്ങത്ത് ഉത്സവം കാണാൻ പോകും. ഞങ്ങൾ കുട്ടികൾക്ക് അന്ന് പള്ളിപ്പെരുന്നാളിന് കിട്ടുന്ന വളയും മാലയും കുർബാനയും പാട്ട് കുർബാനയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഉത്സവം എന്നുള്ള പേര് പോലുമില്ല, പെരുന്നാൾ എന്ന് പറയുന്നത്. അതുപോലെ ഇന്ന് ഉത്സവം എന്ന്, വിശ്വാസ ഉത്സവം എന്ന് പള്ളിയിൽ ഒരു വാക്കുണ്ട്. വേദപാഠത്തിന് 12 കൊല്ലം പള്ളിയിലേക്ക് നടന്നു പോകുന്ന കുട്ടികൾ മാർച്ച് മാസത്തോടെ അവരുടെ പരീക്ഷ കഴിഞ്ഞിരിക്കും. അതിനുശേഷം ഏപ്രിൽ മാസത്തെ ചൂടത്ത് 1-ാം ക്ലാസ് മുതലുള്ള ചെറിയ കുട്ടികളെ പോലും ആ വെയിലത്ത് വിളിച്ചു വരുത്തി വിശ്വാസം അടിച്ചേൽപ്പിക്കുന്നതിന് അവർ ഉത്സവം എന്ന് പേരിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനൊരു ചെറിയ കുട്ടിയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഉത്സവമൊക്കെ? മഹാബോറാണ് ആൻറ്റി, എന്തൊരു ചൂട്, എന്തൊക്കെയാണ് ടീച്ചർ പറഞ്ഞു വയ്ക്കുന്നത്? കുട്ടികൾക്കൊട്ടും ചേരില്ലാത്ത വാക്കുകൾക്ക് പോലും നമ്മൾ ഉത്സവം എന്ന് പേരിട്ടിരിക്കുന്നു. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന, നമ്മൾ സെക്കുലർ ഫെസ്റ്റ് അല്ല ഉത്സവം നടത്താൻ കൂടിയവരാണ് ഇവിടെ എല്ലാവരും. അപ്പോൾ നമുക്കൊരു ഉത്സവ പ്രതീതിയാണ് വേണ്ടത്. നമ്മുടെ പരമ്പരാഗതമായ ആ വെടിക്കെട്ട്, ആന, മേളം, പെരുന്നാൾ എന്നൊക്കെ മാറിയിട്ട് നമ്മുടേതായ ഉത്സവം എങ്ങനെ നമ്മൾ സെക്കുലറായിട്ടുള്ള ആൾക്കാർക്ക് ആഘോഷിക്കാം എന്ന് ഇവിടെ ഇരുന്ന് കേൾക്കുക മാത്രമല്ല, നമ്മൾ ഇൻറ്ററാക്ഷനിലൂടെയും നമ്മുടെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിൽ കൂടെയൊക്കെ ആയിരിക്കണം. ഇത് എൻ്റെ മുൻപ് പ്രസംഗിച്ച മിസ്റ്റർ ശ്രീനി പട്ടത്താനും പറഞ്ഞു, ആനകൾക്ക് മതം പൊട്ടിയാൽ എന്നുള്ള വാക്കല്ല അത് ഉപയോഗിച്ചത്, അത് തെറ്റിയാൽ മെൻ്റൽ ആശുപത്രിയിലാക്കണമെന്ന്. അതെനിക്ക് വളരെയധികം വിയോജിപ്പ് തോന്നിയ ഒരു സെൻറ്റൻസ് ആയിരുന്നു. കാട്ടാനകളെ കൊണ്ടുവന്ന് ഇവിടെ ഇത്രയൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ, അദ്ദേഹം ഓൾറെഡി സൂചിപ്പിച്ച് നമ്മൾ തന്നെ കാണുന്നതാണ്. അവർക്ക് മെൻ്റൽ ആശുപത്രി അല്ല വേണ്ട, അവരുടെ കാടുകളിലേക്ക് തന്നെയല്ലേ വേണ്ടത് എന്ന് നമ്മളെപ്പോലുള്ളവരെങ്കിലും ചിന്തിക്കണ്ട. സെക്കുലർ എന്ന വാക്ക് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു മെയിൻ വാക്കാണ്. സെക്കുലറിസം, ഡെമോക്രാറ്റിക്, സെക്കുലറായിട്ടുള്ള, റിപ്പബ്ലിക്കായിട്ടുള്ള ഇന്ത്യ. അത് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? സെക്കുലർ എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങൾക്കും ഒരുപോലെയുള്ള റൈറ്റ്സ്, ആ കൂടെ മതമില്ലാത്തവർക്കും എന്നുള്ളൊരു സ്മോൾ കൺസെഷൻ കൊടുത്തിരിക്കുന്നത് പോലെയാണ് മിക്ക സിറ്റിസൺസും ചിന്തിക്കുന്നത്. സെക്കുലർ എന്ന് പറഞ്ഞാൽ എല്ലാ മതക്കാർക്കും ഞങ്ങൾക്ക് ഇവിടെ ആഘോഷിക്കാനുള്ള ഇതുണ്ട്, മതമില്ലാത്തവർ ഒരു മൈനോരിറ്റി, അവിടെ മാറി നിൽക്കേണ്ടവർ എന്നുള്ളത് ഇന്ന് വളരെ കൃത്യമായിട്ട് നമ്മുടെ പൊളിറ്റിക്കൽ, റിലീജിയസ് സ്പീച്ചസിലും നമ്മുടെ ഇലക്ഷൻ ക്യാമ്പയിൻസിലൊക്കെ എടുത്ത് കാണിക്കുന്ന ഒരു പ്രവണതയും കൂടിയാണ്. ഇന്ന് നമ്മുടെ സെക്കുലറിസം മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പിടിയിലായി നിൽക്കുന്നത് നമ്മളൊക്കെ അനുഭവിക്കുന്നതാണ്. ഭക്തിയാണ്,
അല്ലെങ്കിൽ ആചാരം സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണെന്ന് പൊളിറ്റീഷ്യൻസ് പോലും പറയുകയും, എനിക്ക് അത്ഭുതം തോന്നിയത്, ഞാൻ ഈ ഇലക്ഷൻ ക്യാമ്പയിൻസ് കാലത്ത് ഓസ്ട്രേലിയയിലായിരുന്നു. എൻ്റെ പാർട്ട്ണർ അവിടുത്തുകാരനാണ്. അപ്പോൾ ഞാൻ തിരിച്ചു വന്നത് ഇലക്ഷന് ശേഷമാണ്. എങ്കിലും അവിടെ ഇരുന്ന് നമ്മൾ വീക്ഷിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ ക്യാമ്പയിനിൽ ഞാൻ കണ്ടപ്പോൾ എനിക്ക് അതിശയം തോന്നി. സെക്കുലറിസം മാറ്റിവെച്ചുകൊണ്ട് മതത്തിനെ പ്രീണിപ്പിക്കുന്ന, പള്ളികളിൽ കയറിയിറങ്ങുന്ന, റിച്വൽസിനെ മുറുകെ പിടിക്കുന്ന കാൻഡിഡേറ്റ്സ്, അവർക്കത് പബ്ലിക്കിൽ പോലും കാണിക്കുവാനും പ്രസംഗിക്കുവാനും വിഷമമില്ലാത്ത തരത്തിൽ നമ്മുടെ സെക്കുലറിസം എവിടെ എത്തി നിൽക്കുന്നു എന്ന് ആ നാട്ടിലിരുന്ന് കാണുമ്പോൾ വളരെ അരോചകമായി എനിക്ക് തോന്നി. അറ്റ്ലീസ്റ്റ് ഈക്വൽ റൈറ്റ്സ് ഫോർ ഓൾ റിലിജിയൻ മാത്രമല്ല, അല്ലാത്തവർക്കും. പക്ഷേ എത്ര പേർക്ക് ഇന്ന് മതത്തിൻ്റെ കോളത്തിൽ മതമില്ല എന്ന് എഴുതി ചേർക്കാൻ ഇന്നും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ട്. അല്ലെങ്കിൽ മിശ്ര വിവാഹം നടത്തുന്നവർക്ക് നമ്മൾ കുറേ പേരത് അനുഭവിക്കുന്നതും കൂടിയാണ്. ഒരു വീഡിയോ കണ്ടത് ഞാൻ ഓർക്കുന്നു. ഒരു കേരള MP ഒരു പബ്ലിക്കലി മൈക്കിൻ്റെ മുമ്പിൽ പറയുകയാണ്, അവിശ്വാസികളുടെ സർവനാശത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ അദ്ദേഹത്തെ കേട്ടിരുന്ന കാണികൾ കൈയടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ സർവനാശം പണ്ടേ സംഭവിച്ചു കഴിയേണ്ടതായിരുന്നു. ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പബ്ലിക് ഫിഗേഴ്സ് പബ്ലിക്കലി സ്പീക്ക് ചെയ്യുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എവ്രി ഹ്യൂമൻ ബീയിങ്ങിനെ അത് വളരെയധികം ചിന്തിപ്പിക്കേണ്ടതാണ്, ഉണർന്നെഴുന്നേക്കേണ്ടതാണ്. ഒരു മതമല്ല ഉണർന്നെഴുന്നേക്കേണ്ടത്, റാഷണൽ തോട്ട് ഫ്രീഡം. അതുപോലെ തന്നെ ഒരു സുപ്രീം കോർട്ട് ജഡ്ജ് പറഞ്ഞതാണ് ശബരിമല വിഷയത്തെക്കുറിച്ച്, വിശ്വാസികൾക്ക് റാഷണൽ ആകേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ അവിശ്വാസികൾക്ക് അതിൽ കൈ കടത്തേണ്ട കാര്യവുമില്ല. വിശ്വാസം അവിശ്വാസം എന്നുള്ളത് നമ്മുടെ പ്ലേസസ് ഓഫ് വേർഷിപ്പിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല ഇന്ന്. അത് നമ്മുടെ റോഡിലും നമ്മുടെ പുഴകളിലും നമ്മുടെ എൻവയോൺമെൻറ്റിലും നമ്മുടെ ജീവിതത്തെ, എല്ലാവരുടെയും ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ നമുക്കൊന്നും പങ്കില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമുക്കെല്ലാവർക്കും പങ്കുണ്ട്. എനിക്ക് രാവിലെ ആവശ്യമില്ലാത്ത നോയിസ് പൊല്യൂഷൻ വരുന്നത് ആചാര സംരക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ പ്ലേസസ് ഓഫ് വേർഷിപ്പിൽ നിന്നാണ്. അപ്പോൾ എനിക്കതിൽ പങ്കുണ്ട്, എനിക്കത് വേണ്ട. പക്ഷേ എനിക്ക് ചോയ്സ് ഇല്ല. ടിൽ 7 o'clock വരെ എനിക്ക് മൈക്കിൽ നിന്ന് മോചനമില്ല. ഇവിടെ നിയമമുണ്ട്. എത്രയോ റാഷണലിസ്റ്റ് അതിനുവേണ്ടി പോരാടി, എന്തിലും അത് നടപ്പാക്കിയിട്ടില്ല. ജീവിതത്തിൻ്റെ മറ്റെല്ലാ തുറകളിലും റാഷണലിസം വേണം. നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നത് പോലും നമ്മുടെ റീസൺ ഉപയോഗിച്ചാണ് എല്ലാത്തിനും. പക്ഷേ ഭക്തിയും വിശ്വാസവും വരുമ്പോൾ അവിടെ ഈവൻ കോർട്ടിലെ ആൾക്കാർ പോലും പറയുന്നത് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, റീസൺ വേണ്ട. നമ്മൾ മറ്റൊരു രാജ്യത്തിരുന്ന് ഞാൻ നോക്കുമ്പോൾ എനിക്ക് തോന്നിയത്, നമ്മൾ ഈ കമ്പാരിസണിൽ കൂടെയാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇരിക്കുവാണെങ്കിൽ എനിക്കത് മനസ്സിലാകില്ലായിരിക്കാം. കമ്പാരിസണിൽ കൂടെയാണ് കുറേ കാര്യങ്ങൾ വെളിപ്പെടുന്നത്. അവിടെ ഇങ്ങനെയാണല്ലോ, എൻ്റെ രാജ്യത്ത് ഇങ്ങനെയാണല്ലോ. ഞാനത് പുസ്തകത്തിൽ ഒരു ചാപ്റ്ററിൽ ഞങ്ങളുടെ ലൈഫ് എഴുതിയിട്ടുമുണ്ട്. ഇതാണ് ഡിഫറൻസസ് കാണുന്നത്. അവിടെ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ നടക്കുമ്പോൾ അവരുടെ മുഖ്യ അജണ്ട എന്താണ്, അവരുടെ മാനിഫെസ്റ്റോ എന്താണ്. അവർക്കൊരു റോഡ് ഷോ ഇല്ല, ഇത്തരത്തിലുള്ള വളരെയധികം പണം മുടക്കിയുള്ള ക്യാമ്പയിൻസ് ആൻഡ് ഫ്ലെക്സ് ബോർഡുകളില്ല. എങ്കിലും അവർ ഡെമോക്രാറ്റിക്കലി ഒരാളെ ചൂസ് ചെയ്യുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നു, അവിടെ ഫെസ്റ്റ് ഉണ്ട്. പക്ഷേ റോഡ് ബ്ലോക്ക് ഇല്ല, അന്യോന്യം അറ്റാക്ക് ചെയ്യപ്പെടുന്നില്ല. ദർ മേ ബി ഇൻസിഡൻസ്, ബട്ട് കമ്പാരിറ്റീവ്ലി ഞാൻ പറയുവാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഒരു കന്യാസ്ത്രീ മഠം വിട്ടുപോകുന്ന വ്യക്തിയാണ്. പലർക്കും അറിയാം. എൻ്റെ പുസ്തകം ഇവിടെ കാണിക്കുകയും ചെയ്തു, പലരും വായിച്ചിട്ടുണ്ടാകാം. ആത്മകഥ DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ട് 1 year ആകുന്നതേ ഉള്ളൂ. അതിൽ ഞാൻ എഴുതിയിരിക്കുന്ന ടൈറ്റിൽ തന്നെ മഠത്തിൽ വിട്ടവൾ എന്നാണ്. അപ്പം എല്ലാവരുടെയും ഫസ്റ്റ് വിയോജിപ്പ് ഇതായിരുന്നു, മഠത്തിൽ വിട്ടവൾ. സാധാരണ നമ്മൾ പറയുന്നത് മഠത്തിൽ പോകുക, ചേരുക,
ദൈവവിളി എന്നൊക്കെ അതിനെ വളരെ ഹോളിയാക്കി കൊണ്ടു നടക്കുന്ന ഒരു കാര്യത്തെ ഞാൻ മഠത്തിൽ വിട്ടവൾ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫാമിലി ഒന്നാമതേ എന്നോട് വിയോജിപ്പാണ്, മഠം വിട്ടതുകൊണ്ടും സോ കോൾഡ് സായിപ്പിൻ്റെ പാർട്ട്ണറായതുകൊണ്ടും. അപ്പോൾ അവരും മറ്റുള്ളവരും എന്നോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് വിട്ടത്? എന്നോടൊരു കന്യാസ്ത്രീ ചോദിച്ചു, നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ടും മഠത്തിൽ പോയതല്ലേ മരിയ, പിന്നെ എന്തുകൊണ്ടാണ് വിട്ടവൾ എന്ന പേരെഴുതിയിരിക്കുന്നത്? ഞാൻ ചോദിച്ചു, ഏജ് ഓഫ് കൺസെൻ്റ് ആകുന്നതിന് മുമ്പ് 15-ാം വയസ്സിൽ 10ാം ക്ലാസ്സുകാരി മുട്ടുപാവാടക്കാരിയായ നീയും ഞാനും മഠത്തിൽ ചേർന്നതാണോ വിട്ടതാണോ? അല്ല, നമ്മൾ ചേർന്നതല്ലേ. അവർക്കതുപോലും വേർതിരിച്ചറിയാനുള്ള വിവേകബുദ്ധി അതിനുള്ളിൽ അടക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. എനിക്കും അങ്ങനെയായിരുന്നു. 25 വർഷം മുമ്പ് ഞാൻ 37-ാം വയസ്സിൽ മഠം വിട്ടിറങ്ങുമ്പോൾ കേൾക്കേണ്ടി വന്ന അപവാദങ്ങളും അങ്ങനെയായിരുന്നു. മഠം ചാടി. ഇന്നും ആ പേര് വിളിക്കുന്നവരുണ്ട്. വിട്ടവൾ എന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് അവരോടൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരുന്നു. പേരൻസ് ഒരു 9-10 മക്കൾ ഉള്ള കുടുംബത്തിലെ, പ്രത്യേകിച്ച് കുടിയേറ്റ മേഖലകളിലെ ദാരിദ്ര്യവും ലാർജ് ഫാമിലിയും പല പല റിലീജിയസ് കാരണങ്ങൾ കൊണ്ടും അന്നത്തെ കാലത്ത് 60s 70s മഠത്തിൽ ചേരുന്നവർ അല്ലെങ്കിൽ പോകുന്നവർ അവരുടേതായ വ്യക്തിപരമായ ചോയ്സ് അല്ല അത്. ഞാൻ എൻ്റെ ബുക്കിൽ എഴുതിയിരിക്കുന്ന ഒരു സെൻറ്റൻസ് ഇങ്ങനെയാണ്: ഓരോ 15കാരിയും മഠത്തിൽ പോകുന്നതല്ല, അവളെ വിടുന്നതാണ്. പേരൻസ് നമ്മളെ ഫോഴ്സ്ഫുള്ളി നീ മഠത്തിൽ പൊക്കോ എന്ന് പറയില്ലായിരിക്കാം. ചിലർ ചോദിക്കാറുണ്ട്, നേർച്ചയാണോ, നട തള്ളിയതാണോ? എൻ്റെ കാര്യത്തിൽ പർട്ടിക്കുലർലി അങ്ങനെയല്ല. നീ പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിയതല്ല, എങ്കിലും അൺകോൺഷ്യസ്ലി 5 പെൺമക്കളുള്ള ഡവറി കൊടുക്കുവാൻ സാധ്യതകൾ കുറവുള്ള ഒരു കുടുംബത്തിൽ ഒരു കൊച്ചെങ്കിലും 2 കുട്ടികളെങ്കിലും മഠത്തിൽ പോയാൽ, സെമിനറിയിലും പോകാറുണ്ട്, പക്ഷേ പെണ്ണുങ്ങളാണ് ബാധ്യത. പേരൻസിൻ്റെ ബാധ്യതകളെ മറികടക്കാൻ നമ്മൾ ചിലപ്പോൾ സഹകരിക്കുന്നതാകാം, അല്ലെങ്കിൽ സൊസൈറ്റിയിലെ എക്സ്പെക്റ്റേഷൻ. ചേർച്ചിൽ ചെറുപ്പം മുതലുള്ള കാറ്റഗിസം പഠിപ്പിക്കുകയാണ്, മഠത്തിൽ പോകേണ്ടവർ ഇങ്ങനെ ആയിരിക്കണം, മഠത്തിൽ വന്നാൽ ഇതൊക്കെയാണ് ഓഫറുകൾ. ദൈവവിളി ക്യാമ്പുകൾ എന്ന് പറഞ്ഞ് വീട് തോറും കയറി ഇറങ്ങുന്നവർ, ഓർ നിങ്ങളുടെ തന്നെ കുടുംബത്തിലുള്ള ബ്രദേഴ്സ്, കസിൻസ് ആൻഡ് സിസ്റ്റേഴ്സൊക്കെ, ആൻറ്റീസൊക്കെ നമ്മളെ മഠത്തിലേക്ക് ആനയിക്കുന്ന ഒരു സിസ്റ്റം, മഠം എന്ന പ്രസ്ഥാനം തന്നെയുള്ള ഒരു സിസ്റ്റം, അതിന് ചാർത്തി കൊടുക്കുന്ന സ്റ്റേറ്റസ് കോ എല്ലാം കൂടെ ചേർന്ന് അവളെ മഠത്തിലേക്ക് വിടുകയാണ്, പോവുകയല്ല. ആയതിനു ശേഷമായിരിക്കാം നമ്മൾ വ്രതവാഗ്ദാനം സ്വീകരിക്കുന്നത്. ഐ വാസ് 21. എങ്കിൽ തന്നെ എനിക്ക് വ്രതങ്ങൾ എന്തെന്നോ, വിവാഹം എന്തെന്നോ, സെക്സ് എന്തെന്നോ, സ്ത്രീ ഹോർമോൺ എന്തെന്നോ തിരിയുന്ന കാലമായിരുന്നില്ല, അറിവുണ്ടായിരുന്നില്ല. അതെല്ലാം നമ്മൾ ആർജിച്ചെടുക്കുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതം അതിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാനൊരു ബന്ധുവിനോട് ചോദിച്ചു, ഇപ്പോൾ ഞാൻ തിരിച്ചു പോകുന്നു, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, പോയിരുന്നോ? അപ്പോൾ എന്നോട് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: നിൻ്റെയൊക്കെ ജീവിതം കണ്ടാൽ ഇനി ആരെങ്കിലും മഠത്തിൽ നിന്ന് തിരിച്ചു പോരുവാൻ തുനിയുമോ? അവരിപ്പോഴും അവിടെയുണ്ട്, മദറായി കാണാം, റോമിലാകാം. തിരിച്ചു പോകുന്ന മഠം വിട്ടവൾ, അതൊരു ചോയ്സ് ആണെങ്കിൽ തന്നെ നമുക്ക് വളരെയധികം പരിമിതികളിൽ കൂടെയാണ് കടന്നു പോകേണ്ടി വരുന്നത്. അതും പുസ്തകത്തിൽ വിശദമായിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് അധികം കടക്കുന്നില്ല. ജസ്റ്റ് ഫ്യൂ സെൻറ്റൻസസ് മാത്രം. എൻ്റെ മഠം വിടാനുള്ള തീരുമാനങ്ങൾ വ്യക്തിപരമായിരുന്നു. അതിനനുസരിച്ചുള്ള നിയമം, ഡിസ്പെൻസേഷനൊക്കെ വാങ്ങിയാണ് ഞാൻ പോകുന്നത്. എങ്കിലും മഠത്തിലെ അധികാരികളും കുടുംബവും സ്നേഹപൂർവ്വം മഠത്തിലേക്ക് അയച്ച അമ്മയും ഞാൻ മകൾ അല്ലാതായി തീർന്നിരുന്നു. എൻ്റെ ഒരു സെൻറ്റൻസ് ഇങ്ങനെയും കൂടെയാണ്: ഞാനൊരു പ്രാവശ്യം അമ്മയെ വിസിറ്റ് ചെയ്യാൻ ചെന്നപ്പോൾ എന്നോട് അങ്ങോട്ട് ചെല്ലണ്ട എന്ന് പറഞ്ഞ് അമ്മയുടെ ഫോൺ കോൾ വരുന്നു പകുതി വഴിയിൽ വെച്ച്. അപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ആങ്ങള അമ്മയുടെ ഇളയ മകനോട്, അവളും എൻ്റെ മകളാണ്, നിൻ്റെ പെങ്ങളാണ് എന്ന് ഒരിക്കലെങ്കിലും
അമ്മ മകനെ തിരുത്തിയിരുന്നെങ്കിൽ എന്ന് വെറുതെ ആശിച്ചുകൊണ്ട് ഞാൻ മലയോര ഹൈവേയിൽ അടുത്ത ബസ്സിന് വേണ്ടി കാത്തുനിന്നു. ആ നിൽപ്പ് ഇന്നും തുടരുന്നു. എൻ്റെ അമ്മയ്ക്ക് 94 ഏജായി. ഫാദർ മരിച്ചു. 8 ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സുള്ള ഞാനെന്ന മകളല്ലാത്ത മഠം ചാടി അവർക്ക് ഇന്നും ഭ്രഷ്ട് കൽപ്പിക്കപ്പെടേണ്ട ഒരു വ്യക്തിയായി തുടരുകയാണ്. അപ്പോൾ മഠത്തിനുള്ളിൽ അവർ എന്തുകൊണ്ട് കഴിഞ്ഞുകൂടുന്നു എന്ന് അവർക്ക് അവരുടേതായ റിലീജിയസ് സ്പിരിച്വൽ എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ എനിക്കതിനോട് വിയോജിപ്പുണ്ട്. അത്തരം എക്സ്പ്ലനേഷൻ കൊണ്ട് എന്നെ പോലുള്ളവരെങ്കിലും സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ മഠത്തിൽ 78 ചേർന്നതിന് ശേഷം എൻ്റെ കുടുംബത്തിൽ പല തലമുറകളായിട്ട് മക്കൾ ജനിച്ചു. അതിലൊരാൾ പോലും മഠത്തിൽ പോയില്ല, വിട്ടില്ല. എന്തുകൊണ്ട്? സെമിനറി പോയിട്ടില്ല. ദൈവം വിളി നിർത്തിയോ? അവർ പേരിടുന്നത് ദൈവവിളി എന്നാണല്ലോ. ദൈവം അങ്ങനെ ഒരു ഓംനിപൊറ്റൻറ്റ് ആളാണെങ്കിൽ എന്നും വിളി തുടർന്നുകൊണ്ട് ഇനഫ് ഓഫ് കുഞ്ഞാടുകൾ അതിനകത്ത് കയറി കൂടേണ്ടതല്ലേ? അത് നടക്കുന്നില്ല. കാരണം എന്താണ്? സിംപ്ലി സോഷ്യൽ, റിലീജിയസ്, ഫാമിലി, വെൽത്ത് എല്ലാം മാറിയതുകൊണ്ട് മാത്രം. നമ്മളിങ്ങനെയുള്ളൊരു സമൂഹത്തെ ഒരു ഗ്രൂപ്പിൽ സംസാരിക്കുമ്പോൾ ദിസ് ഇസ് സെക്കുലർ, മതമില്ലാത്ത, പ്രത്യേകിച്ച് മതത്തിനുള്ളിൽ ജനിച്ചവരാണ് നമ്മളെല്ലാവരും തന്നെ. ചില പർട്ടിക്കുലർ മതത്തിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലും മറ്റു ചിലരുടെ കുറവുമായിട്ട് ഞാൻ കാണാറുണ്ട്. അതിനുള്ളിൽ നടക്കുന്ന ചൂഷണങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ ഓരോരുത്തരും അവെയർ ആണെങ്കിൽ തന്നെ ചിലപ്പോൾ നമുക്കതേക്കുറിച്ച് പ്രതികരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം കൂടെയുണ്ട്. ഞാൻ എന്തുകൊണ്ട് ഇന്ന് വിശ്വാസിയല്ല എന്നാണ് നമ്മുടെ ഒരു ഗ്രൂപ്പിന് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം. എങ്ങനെ ഒരു മുൻ കന്യാസ്ത്രീ ക്രിസ്ത്യൻ വിശ്വാസം പോലും ഇല്ലാതായി കർത്താവിൻ്റെ മണവാട്ടിയായി 20 years ജീവിച്ച ഒരു വ്യക്തി, തിയോളജി പ്രീസ്റ്റിൻ്റെ കൂടെ 5 വർഷം പഠിച്ച വ്യക്തി എങ്ങനെയാണ് ഒരു വിശ്വാസി അല്ലാതെ പുസ്തകത്തിൽ എഴുതിയ പോലെ പള്ളിയിൽ പോകുന്നില്ലേ, കുർബാന കാണുന്നില്ലേ എന്ന് കുമ്പസാരിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നവരോട് ഞാനിന്നൊരു വിശ്വാസി അല്ല എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാനൊരിക്കൽ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ പറയുന്ന വാക്കുകൾ ഇങ്ങനെയായിരുന്നു. മഠത്തിൽ നിന്ന് പോയിരുന്നവരൊക്കെ ഒരുതരം പിഴച്ചു പോകുക എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. സാധാരണ പിഴച്ചു പോകുക മീൻസ് നമുക്കറിയാമല്ലോ, ഒരു സെക്ഷൽ കൊണേറ്റേഷനാണ് അതിന്. അതേസമയം പ്രീസ്റ്റുഡൻ സെമിനറിയിൽ നിന്ന് വിട്ടുപോകുന്ന പിഴച്ചു പോയവൻ എന്നുള്ള ഒരു ഫ്രേസ് പോലുമില്ല. ഇദ്ദേഹം എൻ്റെ മുമ്പ് സ്പീക്ക് ചെയ്ത ആൾ പറഞ്ഞതും ഇങ്ങനെയാണ്, ഒരു യുക്തിവാദി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു മെയിൽ കൊണോട്ടേഷനാണ് അതിന്. വിമൻ യുക്തിവാദികളായിട്ടുള്ളവർ കുറവാണ്. കാരണങ്ങൾ എന്താണ്? ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ തന്നെ ഞാൻ ഏത് ഗ്രൂപ്പിൽ ചെന്നാലും അത് നോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, വിമൻ കുറവാണ്. ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, യുക്തിവാദി നന്നായി ചിന്തിച്ച് പഠിച്ച് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ വീട്ടിലെ കുട്ടികളോ ഭാര്യയോ ചോദ്യം ചെയ്യും. അപ്പോൾ സ്ത്രീയാണെങ്കിൽ ഭർത്താവോ ചോദ്യം ചെയ്യുന്നുള്ള തോട്ട് പോലുമില്ല അവിടെ. കാരണം സ്ത്രീകൾ ഇതിലേക്ക് വരുന്നത് കുറവാണ്. അതിൻ്റെ കാരണങ്ങൾ നമ്മൾ തന്നെ നമുക്ക് വിശദീകരിച്ചാൽ അറിയാം അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന്. അവരുടെ മതത്തിനോടുള്ള അഫിലിയേഷൻ, കോൺസലേഷൻ തിയറി, ഇദ്ദേഹം ഡോക്കിൻസ് പറയുന്നത് പോലെ, ദെൻ റിച്വൽസ് കൊണ്ട് നടക്കേണ്ടതും മക്കളെ പള്ളിയിൽ കെട്ടിക്കേണ്ടതും ശവം അടക്കേണ്ടതൊക്കെ റിച്വൽ പ്രകാരം അവരുടെ കടമയാണ്. അവനോ പോട്ടെ, നീയും കൂടെ അതിന് പോയോ എന്ന് അമ്മായിയമ്മ മരുമക്കളോട് ചോദിക്കാറുണ്ട്. അവൻ മാൻ, നോ പ്രോബ്ലം, അവൻ പോകേണ്ടവനാണ്, അവൻ എന്തേലും ആട്ടെ, നീയാണ് ഇവിടെ എല്ലാം കറക്റ്റ്ലി ഇങ്ങനെ ആചരിച്ചു കൊണ്ട് നടക്കേണ്ടവൾ എന്നുള്ള ആ സോഷ്യൽ റിലീജിയസ് എക്സ്പെക്റ്റേഷനെ പൊട്ടിച്ചെറിയാൻ നമ്മൾ സ്ത്രീകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ദെൻ ഞാൻ എന്തുകൊണ്ടാണ് മതം വിട്ടതും കൂടെ പറഞ്ഞതിന് ശേഷം ഇൻട്രഡക്ഷനിലേക്ക് പോകാം. മതം എന്നിൽ നിന്ന് പതുക്കെ ഒഴിഞ്ഞു പോയതാണെന്ന് വേണേൽ പറയാം, ബിക്കോസ് ഓഫ് മൈ സ്റ്റഡീസും തിങ്കിങ്ങും. പിന്നെ ഈ കാലയളവിൽ നമുക്കിത്തരം ഗ്രൂപ്പ് സപ്പോർട്ടുണ്ട്, നമ്മുടെ സോഷ്യൽ മീഡിയ ഉണ്ട്. പണ്ടൊന്നും മഠത്തിൽ നിന്ന് പോകുന്നതാണെന്ന് പോലും പറയാൻ നാണക്കേടോ
ഉണ്ടായിരുന്ന കാലഘട്ടം. ഇപ്പോൾ അത് എനിക്ക് ഇവിടെ നിന്ന് പബ്ലിക്കലി സ്പീക്ക് ചെയ്യാൻ പറ്റുന്നു. എനിക്ക് യാതൊരു ഉപകാരവുമില്ലാത്ത ദൈവത്തിൻ്റെ തിരുക്കുടുംബം, തിരുഹൃദയം എന്നീ രൂപങ്ങൾക്കും എൻ്റെ ഭവനത്തിൽ ഞാൻ സ്ഥാനം നൽകുന്നില്ല. വിശ്വാസികളെ കർമ്മങ്ങളുടെ പേരിൽ സാമ്പത്തിക ചൂഷണം ചെയ്യുന്ന പുരോഹിത ഗണത്തിലെ ഒരാൾ എൻ്റെ വീട് ഹന്നാൻ വെള്ളം തളിച്ച് വെഞ്ചിരിക്കുന്നതിലുമുപരി എൻ്റെ രക്തക്കണ്ണീർ, മാതാവിൻ്റെ രക്തക്കണ്ണീരല്ല, എൻ്റെ വിയർപ്പ് തുള്ളികൾ കൊണ്ട് ഞാനതിനെ വിശുദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സാധാരണ ഒരു പ്രീസ്റ്റ് ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ടാണ് എൻ്റെ സ്പീച്ച് ഇങ്ങനെ ആകുന്നതും ആൻഡ് മറ്റുള്ളവർക്ക് മറ്റു മതങ്ങളിലെ കാര്യങ്ങൾ ഞാൻ ഒബ്സർവ് ചെയ്യുന്നതുമാണ്. അതിനിടയ്ക്ക് ഞാൻ വിട്ടുപോയൊരു സെൻറ്റൻസ് ഇതായിരുന്നു. എൻ്റെ അമ്മ പറഞ്ഞ കാര്യം പിഴച്ചുപോയി. അപ്പോൾ അടുത്ത തലമുറ, മൈ നീസ് ബ്രദേഴ്സ് ചൈൽഡ് പറയുകയാണ്, 15 ആയിട്ടുള്ള 15 ആയില്ല എന്നവൾക്ക്, അമ്മച്ചി ആൻറ്റി മഠത്തിൽ നിന്ന് പോകുന്നത് പിഴച്ചു പോകാതിരിക്കാനല്ലേ എന്ന്. സോ അടുത്ത തലമുറയിലെങ്കിലും എനിക്ക് എൻ്റെ ഹോപ്പ് ഉണ്ട്. അവരിന്ന് കോൺവെൻറ്റ് ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുമ്പോൾ അവർക്ക് മഠത്തിൽ പോകണമെന്നല്ല ചിന്ത, ആ ഹോസ്റ്റലിൽ നിന്ന് എത്രയും പെട്ടെന്ന് തലയൂരുക. അപ്പോൾ ഇന്നത്തെ കന്യാസ്ത്രീകളും പ്രീസ്റ്റ് ആൻഡ് അതർ റിലീജിയൻസ് ഒക്കെ വളരെയധികം ചിന്തിക്കണം. നമ്മൾ ഇന്നത്തെ തലമുറയ്ക്ക് ഈ മോഡേൺ ഇറയിൽ എത്ര റെലവൻ്റ് ആണ്, ആ റെലവൻസ് എങ്ങനെ പുതുക്കാമെന്ന് ഞാൻ പറയുന്നില്ല. സ്ലോലി ഇറ്റ് വിൽ എൻഡ്. ഞാൻ വിശ്വാസി അല്ലാതായി തീർന്ന ഒരു സ്ലോ പ്രോസസ്സായിരുന്നു. അതിന് മുഖ്യ കാരണം അറിവ് തന്നെയാണ്. സോ അറിവ് സമ്പാദിക്കുക. മതം, ദൈവം എന്ന യുക്തിരാഹിത്യ പ്രസ്ഥാനങ്ങൾ മൂലം എൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും പ്രത്യേകിച്ച് യൗവന കാലഘട്ടമായ 2 പതിറ്റാണ്ട് കന്യാസ്ത്രീ മഠത്തിലും ഹോമിക്കപ്പെട്ടു. മിത്തോളജിയെ ഹിസ്റ്ററിയായി ഇന്നും പഠിപ്പിക്കുന്ന മതബോധനങ്ങൾ, യുക്തിബോധത്തിന് നിരക്കാത്ത വിശ്വാസ സംഹിതകളായിരിക്കണ്ടേ മനുഷ്യ സഹജമല്ലാത്തത്? സോ ഐ കൺക്ലൂഡ്. ആൻഡ് നമുക്ക് ഉത്സവമാക്കി മാറ്റണമെങ്കിൽ വൺ സൈഡഡ് മോണോലോഗ് അല്ലാതെ ഇൻട്രാക്ഷൻസ് ആകണമെന്നും കൂടിയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. മറിയ പറഞ്ഞു, ഞാൻ ആ പുസ്തകം, മറിയയുടെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്, പൂർണ്ണമായിട്ടും വായിച്ച ഒരാളാണ്. അപ്പോൾ അതിൽ ഒരു സന്ദർഭത്തിൽ മതത്തിൻ്റെ അല്ലെങ്കിൽ സഭയുടെ പുരുഷാധിപത്യ സ്വഭാവത്തെ വളരെ ഭംഗിയായിട്ട് വിശദീകരിക്കുന്നുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, സഭയിലുള്ള പുരോഹിതന്മാർക്ക് പുരുഷാധിപത്യത്തിൻ്റെതായിട്ടുള്ള എല്ലാ പ്രിവിലേജുകളും ലഭിക്കുന്നുണ്ട്. പക്ഷേ ആ പള്ളിയിൽ, ആ ബിൽഡിങ്ങിൽ പെയിൻ്റ് അടിക്കാൻ വന്ന ഒരു പെയിൻ്റടി പണിക്കാരന് പോലും അവിടെയുള്ള കന്യാസ്ത്രീകളെ ചൂഷണം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളൊരു കാര്യം ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. കാരണം പുരുഷന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള സഭ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആ പള്ളി ബിൽഡിങ്ങിൽ പെയിൻ്റ് അടിക്കാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെയുള്ള ഒരു കന്യാസ്ത്രീയെ പീഡിപ്പിക്കുകയും എന്നാൽ ഈ കുറ്റകൃത്യം സഭ മറച്ചു വയ്ക്കുകയും ആ പണിക്കാരനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ് സഭ ചെയ്ത്. ഇതിനെ എങ്ങനെയാണ് മറിയ നോക്കിക്കാണുന്നത്? ഓർഗനൈസ്ഡ് റിലീജിയൻ, ഹൈലി പേട്രിയാർക്കൽ ആൻഡ് ഹൈറാർക്കിക്കൽ ആയിട്ടുള്ള കാത്തലിക് ചർച്ച്, അതിൻ്റെ ഒരു ശ്രേണി തന്നെ നമുക്കൊക്കെ പരിചിതമാണല്ലോ. അപ്പോൾ കന്യാസ്ത്രീകൾ, മഠങ്ങൾ എന്ന് പറയുന്ന അവരുടെ കീഴിലുള്ള, പ്രത്യേകിച്ച് ആഫ്റ്റർ റേപ്പ് ഓഫ് നൺ ബൈ ഫ്രാങ്കോ ഒക്കെ നമ്മുടെ ജനം ഇന്ന് വളരെ അവെയറാണ്. അറ്റ്ലീസ്റ്റ് മുമ്പത്തെക്കാളും അഭയ കേസ് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ അതിനുള്ളിലെ കാര്യങ്ങൾ കുറേ പേര് അവെയറാണ്. എൻ്റെ ആദ്യത്തെ ബുക്കല്ല താനും, അത് എക്സ് നൺസ് എഴുതിയ ബുക്സ് വഴിയൊക്കെ നമുക്ക് പരിചിതമാണ്. സോ വിമൻ എന്ന് പറയുന്ന സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ബൈബിളിലുണ്ട്, സമൂഹത്തിലുണ്ട്. സോ അവരെ ട്രീറ്റ് ചെയ്യുന്നതും അങ്ങനെയായിരിക്കും. പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള അന്ന് മാത്രമല്ല, ഇന്നും തുടരുന്നു. ജയിലിൽ പോകാതെ റോബിനെ കന്യാസ്ത്രീകൾ എങ്ങനെ രക്ഷിച്ചുകൊണ്ട് പോയി. സോ ആ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയിൽ വിമനും അത്രയും ബ്രെയിൻ വാഷ്ഡാണ്. അവർക്ക് നമ്മുടെ ഇലക്ഷൻ തന്നെ നോക്കിയാൽ അറിയാം, വേർ ഈസ് ദ റിസർവേഷൻ? നമ്മുടെ സൊസൈറ്റിയിലും പൊളിറ്റിക്സിലും മതത്തിലുമെല്ലാം വിമൻ സെക്കൻഡ് ക്ലാസ്സാണ്. അതിൻ്റെ ഭാഗം മാത്രമാണ് ഈ ചൂഷകരെ ആയിട്ടുള്ള മെയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. അത് ഇല്ലാതാക്കണമെങ്കിൽ കന്യാസ്ത്രീകൾ, വിമൻ തന്നെ മുൻകിട്ടിറങ്ങുകയും
8 years കഴിഞ്ഞിട്ടാണ് ഫ്രാങ്കോയുടെ അതിജീവിത ഈയിടെ പുറത്തു വന്നൊന്ന് സംസാരിച്ചത്. അതേസമയം ഫ്രാങ്കോ വാസ് സെലിബ്രേറ്റഡ് ആൻഡ് ഫ്ലവർ ഗാർലൻഡ് ഇട്ടുകൊണ്ട് നടന്നു. സോ അതിലൊക്കെ അപ്പുറം നമ്മൾ എന്താണ് ഇനി? സോ വിമൻ തന്നെ അവെയർ ആവുക, ബ്രേക്ക് ദ സൈലൻസ്, ബ്രേക്ക് ദ സ്റ്റോറി. ഈ മഠത്തിൽ വിട്ടവൾ എന്ന് മാഡം പറഞ്ഞത് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്ത് കാറ്റിസം ക്ലാസ് എടുക്കുന്നതാണ്. രാവിലെ കുർബാനയ്ക്ക് പോകും, വൈകുന്നേരം 5 മണിയാകുമ്പോൾ കുർബാനയ്ക്ക് പോകും. ഇതെല്ലാ ദിവസവും മസ്റ്റാണ്. ആഹാരം കഴിച്ചില്ലെങ്കിലും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആളിൻ്റെ മകൻ അച്ഛനാകാൻ പോയി. കല്യാണം കഴിക്കാൻ പാടില്ലാത്ത ഒരു സഭയാണ് അത് പോയി. അപ്പം ഞാൻ ആ പുള്ളിയോട് ചോദിച്ചു, ഇത് മകൻ്റെ ഇഷ്ടപ്രകാരമാണോ പോയത് അതോ ഇങ്ങനെ നമ്മൾ നിർബന്ധിച്ചിട്ട്? ഇല്ല, അത് മകൻ്റെ ഇഷ്ടപ്രകാരമാണ് മകൻ പോയതെന്ന് പറഞ്ഞു. ശരി, പുള്ളിക്കൊരു മകളൂടിയുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച ആ മകൾ മഠത്തിൽ ചേർന്നു. അപ്പോൾ പുള്ളി പറയുന്നത് അത് മകൾ സ്വമേധയായി അവിടെ പോയി എന്നുള്ളതാണ്. പുള്ളി പറയുന്നത് എനിക്ക് അവിശ്വസിക്കാനും തോന്നില്ല, വിശ്വസിക്കാനും തോന്നാത്തൊരവസ്ഥ ആണ്. ഇത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു കുട്ടി, പ്രത്യേകിച്ച് ഈ 15-നും 20-നും ഇടയ്ക്കുള്ളൊരു കുട്ടിക്ക് ഇങ്ങനെ മഠത്തിൽ പോയി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏർപ്പെടാൻ സ്വമേധയാ പറ്റുമോ? അതങ്ങനെ നമ്മൾ ജനറ്റിക് പരമായിട്ടായിരുന്നാലും അങ്ങനെ പറ്റുമോ എന്നുള്ളതാണ്. ഇത് ഈ കേസിൽ എന്തായിരിക്കും മാഡത്തിൻ്റെ അഭിപ്രായം? ഇത് ഈ പുള്ളി നുണ പറയുന്നതാണോ അതോ അല്ലെങ്കിൽ അവരങ്ങനെ അറിഞ്ഞുകൊണ്ട് പോയതാണോ? ഞാനത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച മഠത്തിൽ പോയി കേരളത്തിൽ നിന്ന് കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതമുണ്ട്. സം പീപ്പിൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെയാണ് ഇപ്പോൾ കൊണ്ടുവരുന്നതെന്നൊക്കെ കേൾക്കാറുണ്ട്. അവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ്. എങ്കിലും 70s 80s നോക്കുമ്പോൾ സ്പെഷ്യലി വിമൻ്റെ പോക്ക് കുറഞ്ഞിട്ടുണ്ട്. മെൻ പിന്നെ ഉണ്ടെന്നാണ് കേൾക്കാറ്. ഈ പോകുക വിടുക എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അവർ പറയും നിങ്ങളുടെ കാലത്തെ പോലെ ദാരിദ്ര്യമല്ല, ലാർജ് ഫാമിലി അല്ല, ദ ഓൺലി ഗേൾ പോയി എന്നൊക്കെ. അതിൽ ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. ഈ പറയുന്ന പുള്ളി ഒരു കോടീശ്വരനാണ്. 2 മക്കളും ഇങ്ങനെ ഇതിലേക്ക് പോയി. ഇനി സ്വത്തുവകൾ എന്ത് ചെയ്യും എന്നുള്ളതും പുള്ളിക്കൊരു ആദ്യമാണ്. അപ്പോൾ അതിൻ്റെ പുറകിലത്തെ മെയിൻ കാരണം ഞാൻ പറഞ്ഞ ഒന്നും കൂടെയാണ് റിലീജിയോസിറ്റി, സ്റ്റേറ്റസ് കോ. ഇന്നും അച്ഛനുള്ള വീട്, കന്യാസ്ത്രീ ഉള്ള വീട് എന്ന് പണ്ട് പറഞ്ഞാൽ വളരെ വലിയ ക്രെഡിറ്റ് ആയിരുന്നു. അത് ഇന്നല്ല എന്ന് ഞാൻ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ പണത്തിന് കുറവില്ല, സ്റ്റേറ്റസിന് കുറവില്ല, എന്തും പഠിക്കാം, എന്തുമാകാം. എനിക്കൊക്കെ അന്ന് പഠിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, ഇനഫ് ഫുഡ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു. അത് ആ സിറ്റുവേഷനായിരുന്നു. ഇന്ന് പോകുന്നതിന് കാരണം റിലീജിയോസിറ്റി, ചെറുപ്പം മുതലേ അടിച്ചേൽപ്പിക്കുന്ന റിലീജിയോസിറ്റി ആൻഡ് സ്റ്റേറ്റസ് കോ, അതിന് ചാർത്തിക്കൊടുക്കുന്ന ദൈവിക പരിവേഷം ആണ്. അവൾ മഠത്തിൽ പോയെന്ന് കേട്ടാൽ സം ക്രെഡിറ്റ്. ഞാൻ പോകുന്ന എനിക്ക് ഐ ആം നോബഡി, റെവറൻറ്റ്, സഡൻലി ഇറെവറൻ്റ് ആയെന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. മൈ ഓൺ കസിൻസ് ആൻഡ് ഓൺ സിസ്റ്റർ ആൻഡ് അതേഴ്സൊക്കെ അതിനുള്ളിലുണ്ട്. അവർക്ക് കിട്ടുന്ന ആ സ്റ്റേറ്റസ് കോ, അവർക്ക് പോലും ഇന്നൊരു മാമോദിസായിക്കോ പെരുന്നാളിനൊക്കെ വീട്ടിൽ പോകാം. അവരെല്ലാ 8 മക്കളും അമ്മയും കൂടെ ലാസ്റ്റ് സൺഡേ ആദ്യ കുർബാനയ്ക്ക് കൂടി ചേർന്നപ്പോൾ ഞാൻ എന്ന DNA ടെസ്റ്റിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന മോളി എന്ന മരിയ മാത്രം ക്ഷണിക്കപ്പെട്ടിരുന്നില്ല. കാരണം ആ സ്റ്റേറ്റസ് കോ, ആ റിലീജിയോസിറ്റി, ആ ട്രഡീഷൻ ബ്രേക്ക് ചെയ്തയാൾ. No, briefly I am coming to say that you came out of seminary from nun. I came out of the convent. Yeah, convent. So actually your mind is hating the people, priestly or nun, or the religion, or the Christ or God. Whether I am a religious person today? Now I am asking you, you are hating, you dislike the priestly people, or you are dislike the religion, or you dislike the Christ, or you dislike the God. Which you most dislike in your study and knowledge? Which is the most? Dislike. Dislike means don't interested, because somebody think that there is no God. Somebody think that there is Christ is not good. Somebody think that religion is not Christ religion not good. Somebody thinks that priest is not good. So in this aspect, where do you think you came out of the convent? So what stage you are standing? Whether you believe that priest and what's my current status? Yeah, I am asking you. I am not a believer today. I live my own life. I have affiliations and friends like this. Okay. I don't belong to any religious sect. I was born,
So I have to keep up that name. Somebody asked me, ഇപ്പോൾ ex-Muslimനോട് ചോദിക്കുന്നു താങ്കൾ എന്താണോ ആ പേര് വെച്ചുകൊണ്ട് നടക്കുന്നത്? Or I was asked, you are Maria, Mother Mary's name. Why don't you change your name if you are not a believer? I said Maria is not, it's a Jewish name, not even a Christian name. So learn the history, become educated, be aware, then you become just human. I don't want any other affiliation. Madam, let me introduce myself briefly. I studied in Infant Jesus Tangaseri. കിട്ടുന്നുണ്ടോ? ഞാൻ തങ്കശ്ശേരിയിൽ പഠിച്ചാണ്. ഫാദർ ജിറോം അവിടെ ഇതായിരുന്നപ്പോഴത്തേക്ക് ബിഷപ്പായിരുന്നപ്പോഴത്തേക്ക് ഓടിച്ചെന്ന് മുട്ടുകുത്തി റിങ്ങൊക്കെ മുത്താറുണ്ടായിരുന്നു. ഞാൻ ഏത് റിലിജനാണെന്ന് ഞാൻ പറയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു റിലിജനിലും അല്ല. എൻ്റെ പേര് ചോദിച്ചാൽ ഒരു റിലിജനിൽപ്പെട്ടതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ റിലിജൻ വൈസായിട്ട് എവിടെയും പൂരിപ്പിക്കരുത്, എവിടെയും കൊടുക്കരുത്, സംവരണം പാടില്ല. OBC, BC, SBCT, SPI എന്താണ് ന്യൂ ക്രിസ്ത്യാനിറ്റി? അതുപോട്ടെ. എ പേഴ്സണൽ ക്വസ്റ്റ്യൻ, വാട്ട് റിയലി മെയ്ഡ് യു ലീവ് ദി മഠം? Because I have read the other sister's book. Yeah. And ഞാൻ ആൻസർ പറയാം. ചിലർ എന്നോട് ചോദിച്ചു എന്താണ് മഠത്തിൽ നിന്ന് പോരാൻ കാരണം, വല്ല പീഡനമോ? സോ ഫസ്റ്റ് തിങ് ഈസ് സ്ത്രീകൾ കന്യാസ്ത്രീകൾ വിട്ടുപോയിരുന്ന പീഡനം കൊണ്ടായിരിക്കാം. ഐ സെഡ് മഠത്തിൽ പോയത് കൊണ്ടാണ് മഠത്തിൽ നിന്ന് പോരേണ്ടി വന്നത്. പോയിരുന്നില്ലായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ എ നോർമൽ വുമൺ ലൈക്ക് എനിബഡി എൽസ്. അപ്പോൾ അതുകൊണ്ട് ഞാനോ ആ കേൾക്കുന്നവരോ സംതൃപ്തി അല്ല. സോ വാട്ട് ഈസ് ദ റീസൺ? ഞാൻ പറഞ്ഞതുപോലെ ഒരു അറിവിൻ്റെയും സ്പെഷ്യലി തിയോളജി പഠിക്കുന്ന കന്യാസ്ത്രീകൾ കുറവാണ്. ഞാൻ പൂനെയിൽ അതിനുള്ളൊരു ചാൻസ് കിട്ടി, അവരെന്നെ വിട്ടിരുന്നത് കൊണ്ട് അതൊരു കാരണമായിരുന്നു. സെക്കൻഡ്ലി പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് മഠത്തിൽ നിന്ന് പോരാനുള്ള കാരണങ്ങൾ. അങ്ങനെ നമുക്ക് ടൈം കുറവൊക്കെ ഉള്ളത് കൊണ്ട് ഐ എം നോട്ട് എക്സ്പ്ലെയിനിങ് ഇറ്റ്. പുസ്തകം ഇവിടെ അവൈലബിളും കൂടെയാണ്. ഇമ്മീഡിയറ്റ് തിങ് മദർ സുപ്പീരിയറിൻ്റെ ഒരു കമൻ്റ് ആയിരുന്നു. അങ്ങനെയാണ് ഒരു ഇമ്മീഡിയറ്റ് ട്രിഗർ ഉണ്ടാകുകയും എനിക്കത് വീണ്ടും ചിന്തിക്കേണ്ടി വരികയും ഡിസേൺമെൻറ്റിന് പോയി വിതിൻ 3 months ഞാൻ ഡിസിഷൻ എടുത്തതും. ഞാൻ ഒന്നുകൂടി പറഞ്ഞിട്ട് നിർത്തിക്കോളാം. ശംഖും കുരിശും ചന്ദ്രക്കലയും അനുഭവിച്ചവനാണ് ഞാൻ ഒരു തനി കാത്തലിക്കായിട്ട് കമ്മ്യൂണിയനും കൺഫെഷനും ഒക്കെ നടത്തി നോക്കി. ഞാൻ കുറച്ച് നാൾ ജീവിച്ചു. ഹിന്ദു ആയിട്ട് ജീവിച്ചു, മുസ്ലിമായിട്ട് ജീവിച്ചു. നത്തിങ്. ഇതെല്ലാം ഫൂളറിയാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തിക്കട്ടെ. റിലീജിയൻസ്, ഞാനിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് അത് ഡോമിനൻ്റ്ലി സ്പീക്ക് ചെയ്യുന്നു. മെനി അതർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അവരുടേതായ ഡിഫറെൻറ്റ് സ്റ്റോറീസ് ആൻഡ് കാരണങ്ങളുണ്ടല്ലോ. നമ്മൾ ഓരോ മതം നോക്കിയാൽ അറിയാം. സെയിം ഓൾഡ് ദൈവസങ്കല്പങ്ങൾ എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞത്, മിത്ത്. ഇപ്പോൾ സേപ്പിയൻ ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടും. അതിന് മിത്തോളജി എങ്ങനെയാണ് റിലീജിയനിലേക്ക് വന്നതെന്നൊക്കെയുള്ള ഹിസ്റ്ററി നന്നായി പഠിക്കുക, ടെക്സ്റ്റുകൾ വായിക്കുക. അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ പഠിച്ചാൽ തന്നെ അത് മതം ഒഴിഞ്ഞു പൊക്കോളും. ഈ നമ്മുടെ സംഘടിത മതത്തിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അവർ നിയമവിരുദ്ധമായിട്ട് നേടുന്ന കള്ളപ്പണമാണ്. ഇപ്പോൾ ഫ്രാങ്കോ മുളയ്ക്കൻ തന്നെ ഏകദേശം 1000 കോടി രൂപയുടെ ആസ്തിയുള്ള ആളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഇപ്പോൾ പൂതുർക്ക എടുത്താലും മറ്റേ എറണാകുളത്തെ ബിഷപ്പ് എടുത്താലും ആരെടുത്താലും ഇവരുടെ കയ്യിലെല്ലാം കള്ളപ്പണമാണ്. പിന്നെ അതുമാത്രമല്ല, ഇവരെല്ലാം വലിയ നികുതി വെട്ടിപ്പുകാരാണ്. അത് നികുതി വെട്ടിപ്പെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇൻകം ടാക്സും വെൽത്ത് ടാക്സ് മറ്റേ GST ഇതൊക്കെയാണ്. ഞാൻ ആ മേഖലയിൽ പൊതുതാൽപര്യ ഹർജിയെ കൊടുക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഇപ്പം ഇന്ത്യയിൽ P. ചിദംബരമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആൾ. അപ്പോൾ ഈ രാഷ്ട്രീയക്കാരും ഇവരും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ വലിയ കള്ളപ്പണക്കാരെല്ലാം രാഷ്ട്രീയത്തിലാണെങ്കിൽ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. ഇപ്പം തന്നെ നമുക്കറിയാം ഇവിടെ പിണറായിയും വെള്ളാപ്പള്ളിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്കറിയാം. അതുപോലെ ഇവരെല്ലാം തമ്മിൽ സമസ്തയുടെ നേതാവുമായിട്ടും ഇവർക്ക് പാർട്ടിക്കാർക്ക് ബന്ധമുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടിക്കാർക്കെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെയുള്ള കൂടുതലും അവർ ഒളിച്ചു വെക്കുന്നതാണ് ഈ ബന്ധങ്ങളുണ്ട്. ഇതിലെല്ലാം കള്ളപ്പണമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതല്ല. ഒരു ചെറിയ ഉദാഹരണം പറയാം. എനിക്ക് കേസുമായിട്ട് ബന്ധപ്പെട്ട് 1982 മുതൽ കേരളത്തിന് വെളിയിലും വ്യാപകമായിട്ട് ഈ ബ്ലേഡ് കമ്പനികൾ എന്ന് പറയാവുന്ന അതിനകത്ത് ചിട്ടി സ്ഥാപനങ്ങളുണ്ട്,
പിന്നെ രജിസ്ട്രാർ ഓഫ് ഫേംസിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട്, പിന്നെ അതുപോലെ NBFC എന്ന് പറയും, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി. ആ പേര് കൊണ്ട് തന്നെ എന്താണ് മനസ്സിലാക്കുന്നത്? നോൺ ബാങ്കിങ് എന്നാണ്. പക്ഷെ അവർ ചെയ്യുന്നത് എന്താണ്? ബാങ്കിങ് എന്നാണ്. ഞാൻ ഇപ്പം ഇവിടെ ആയതുകൊണ്ട് ഞാൻ ഇവിടെ ആയതുകൊണ്ട് അതെ അല്ല, ഇവിടെ ഈ സ്ഥലം ആയതുകൊണ്ട് ഇവിടെ തൊട്ടടുത്ത് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു ഉദാഹരണം പറയാം. ഈ വലതുവശത്ത് സമരിയാസ് ഫിനാൻസ് എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റ് ഉണ്ട്. ഇവിടെ എക്സ്ക്യൂസ് മീ, ഐ തിങ്ക് ഷോർട്ട് ക്വസ്റ്റ്യനിൽ നിർത്തുക, കാരണം 10 സ്പീക്കേഴ്സ് എന്റെ ടൈം കഴിയാറായി. അല്ല, എനിക്ക് ഞാൻ ഇതിന് മറുപടി പറഞ്ഞു നിർത്താം. പ്ലീസ് സിറ്റ് ഡൗൺ. എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിനെ എങ്ങനെ തടയും? അതാണ് മതത്തിന്റെ സ്വാധീനത്തെ തടയാനായി ഇതെങ്ങനെ സാധിക്കും? അതിന് ഇപ്പോൾ തന്നെ ഗവൺമെന്റ് ഒരു ഇങ്ങനെയുള്ള ട്രാൻസ്പെറൻസി ഓഫ് അക്കൗണ്ടൻസി ആൻഡ് ട്രാൻസ്പെറൻസി മതങ്ങളിൽ വരുത്താൻ വേണ്ടി ഇപ്പോൾ ഒരു നിയമം കൊണ്ടുവന്നില്ലേ കഴിഞ്ഞ ആഴ്ച? അങ്ങനെയുള്ള നിയമങ്ങൾ, ദെൻ ചേർച്ച് ആക്ട് ബിൽ നടപ്പാക്കുക എന്ന് പറഞ്ഞ് താങ്കളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അവർ അതിന് ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും വരുത്താൻ വേണ്ടി ആ ബിൽ ഇന്നും തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ചേർച്ച് ആക്ട് ബിൽ അതൊക്കെ നടപ്പാക്കി അവർ ട്രാൻസ്പെറൻ്റ് ആയിരിക്കുക, ലൈക്ക് എനി അതർ സിറ്റിസൺ ബി അക്കൗണ്ടബിൾ ടു ദ സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ്. ദെൻ യു സെഡ് മതങ്ങളും രാഷ്ട്രീയവും പാർട്ടികളും തമ്മിലുള്ള അവിഹിത ബന്ധം എന്ന് പറഞ്ഞൊരു വർക്ക് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. സമയം കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട സിസ്റ്റർ പറഞ്ഞതിനോട് പലതിനോടും ശക്തമായ വിയോജിപ്പുണ്ട്. കാരണം മഠത്തിൽ വിട്ടവളെന്ന് പറഞ്ഞു, മഠത്തിൽ അഥവാ വിട്ടില്ലായിരുന്നു എന്ന് കരുതുക. ഇന്ന് സിസ്റ്റർ ഇവിടെ ഇരിക്കുമായിരുന്നോ? ഇല്ലല്ലോ. സിസ്റ്റർ ഇന്ന് ഒരു പള്ളിയിൽ കുർബാനയ്ക്ക് പോയത്. മഠത്തിൽ വിട്ടില്ലായിരുന്നുവെങ്കിൽ, ആ നിങ്ങളുടെ കുടുംബത്തിൽ വളർന്നിരുന്നുവെങ്കിൽ സിസ്റ്റർ മാറി ചിന്തിക്കുമായിരുന്നു. എന്റെ സഹോദരിയാണ്. സഹോദരി എന്ന് പറഞ്ഞാൽ സഹോദരി ഒരേ ഉദരത്തിൽ പിറന്നവൾ. അല്ലല്ല, ഇന്ത്യക്കാരെല്ലാവരും എന്റെ സഹോദരാണ്. നിങ്ങൾ ഓസ്ട്രേലിയയിലെ സായിപ്പിനെ കെട്ടിയതുകൊണ്ട് എന്റെ സഹോദരി ആവൂല്ല എന്നല്ല. ലോകമേ തറവാടാണ്. നിങ്ങളും എന്റെ സഹോദരിയാണ്. യു ആർ മൈ സിസ്റ്റർ. എനിക്ക് സിസ്റ്റർ എന്നുള്ള വിളിയിൽ വിയോജിപ്പുണ്ടാകാൻ യു ഡോണ്ട് റെക്കഗ്നൈസ് മീ ആസ് യുവർ ബ്രദർ. അതാണ് മെയിൻ പ്രോബ്ലം. ഒരേ വിശ്വാസക്കാരാണ് നമ്മൾ ഇവിടെ ഇരിക്കല്ലേ. വൈ ഡോണ്ട് യു റെക്കഗ്നൈസ് മീ ആസ് യുവർ ബ്രദർ? രണ്ടാമത്, സിസ്റ്റർ പറയുന്ന ഒന്നും സാധാരണക്കാർക്ക് മനസ്സിലാവുന്നതും ബോധിക്കുന്നതുമല്ല. കാരണം സിസ്റ്റർ ജസ്മി എഴുതിയത് ഇപ്പൊ ആമേൻ ദൈവനാമത്തിൽ ആ പുസ്തകത്തിലുള്ളതിനൊന്നും അപ്പുറം ഒന്നും സിസ്റ്റർ പറഞ്ഞിട്ടില്ല. ഒരു സഹോദരൻ ചോദിച്ചു, ഇദ്ദേഹമാണ് ചോദിച്ചത്, നമ്മുടെ ഇംഗ്ലീഷിലാണ് ചോദിച്ചത്, സിസ്റ്റർ മഠത്തിൽ വിട്ടില്ലായിരുന്നെങ്കിൽ, മഠത്തിൽ എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ദൈവമില്ലായ്മയെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചും ഒക്കെ മാറി ചിന്തിക്കുമായിരുന്നോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതായത് മഠത്തിൽ വിടാതെ സാധാരണ ഒരു യുവതിയായിട്ട് വീട്ടിലിരുന്നവർ കല്യാണം കഴിച്ച് വിട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ ഞായറാഴ്ച സിസ്റ്റർ ഒരു കുർബാന അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അതല്ലേ? അതാ ചോദിച്ചത്. എന്റെ നെയിം പ്രസക്തമല്ലല്ലോ. ഇവിടെ ആരുടെങ്കിലും പേര് ചോദിച്ചോ? ഇവിടെ ആരുടെങ്കിലും പേര് ചോദിച്ചോ? യു ഷുഡ് ഹാവ് ആസ്ക്ഡ്. എല്ലാവരോടും പേര് ചോദിക്കണമായിരുന്നു. എന്താ പേര്? വിയോജിപ്പുണ്ട്, ഒരുപാട് വിയോജിപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒന്നാമത് തന്നെ സിസ്റ്റർ പറഞ്ഞത് ഞാൻ മഠത്തിൽ പോയത് കൊണ്ടാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. മഠത്തിൽ പോയില്ലായിരുന്നു എങ്കിൽ ദുരനുഭവങ്ങൾ ഉണ്ടാവില്ല. പള്ളിയിൽ പോകുന്ന സാധാരണ ഇടവക അംഗമായിട്ട് ഇന്നും കുർബാനയിൽ പോയേനെ എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇന്ന് എന്നെ പോലെ മഠത്തിൽ നിന്ന് പോരാത്ത സാധാരണ വിവാഹം കഴിച്ചു പോയ എല്ലാവരും പള്ളിയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സെക്കൻഡ്ലി, ഞാൻ പലരും എന്നോട് ചോദിച്ചു തൊട്ടുണ്ട്, നിങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടിയതും ഭക്ഷണം കിട്ടിയതും നല്ല മിടുക്കിയായതൊക്കെ മഠത്തിൽ പോയത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ സെമിനറി പോയിട്ട് വന്ന നല്ല മിടുക്കന്മാരെന്ന് അവരെ വിളിക്കാറ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ മഠത്തിൽ പോകാതെ തന്നെ ലൈക്ക് ഇനി അതർ കൺട്രിയിലെ പോലെ എനിക്ക് ഭക്ഷണവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ നമ്മളെല്ലാവരും പറയുന്നുണ്ട് അവർ സ്കൂൾ നടത്തുന്നതുകൊണ്ട് ആതുര ശുശ്രൂഷ നടത്തുന്നതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ, അതൊരു ഹിസ്റ്ററിയിൽ ഒരു ടൈമിൽ സംഭവിച്ചു അല്ലെങ്കിൽ വികസിച്ചു വന്ന കാര്യമാണ്. ഇന്ന് ദർ ആർ സോ മെനി അതർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ വിയോജിപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ മഠത്തിൽ പോയത് കൊണ്ടല്ലേ മിടുക്കിയായി അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ റിലീജിയസ് സിറ്റി ഉപേക്ഷിച്ച് ഇവിടെ സംസാരിക്കാൻ പറ്റുന്നതുകൊണ്ടല്ല. മഠത്തിൽ ദുരനുഭവം കൊണ്ടല്ല ഞാൻ പോകുന്നത് എന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ട്. പീഡനം കൊണ്ടോ എന്നെ അവിടെ വേണ്ടാത്തത് കൊണ്ടോ അല്ല. ഐ വാസ് വെൽ അക്സെപ്റ്റഡ്. വളരെ വേണ്ടപ്പെട്ട ഒരാളായിട്ട് നടന്നയാൾ പീഡനം കൊണ്ടോ എന്നെ വേണ്ടാത്തത് കൊണ്ടോ പോകുന്നതല്ല. ദെൻ ദേ ആസ്ക് മീ, നിങ്ങൾക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടി, നല്ല ഇത് കിട്ടി. ഞാൻ പറഞ്ഞു 20 years അവിടെ നിൽക്കുന്ന ഒരു വ്യക്തി അങ്ങോട്ടും സേവനമായിട്ട് ഒരു പൈസ പോലും വാങ്ങാതെയും തിരിച്ചു പോരുമ്പോൾ നിനക്ക് വണ്ടിക്കൂലി വേണോ എന്ന് പോലും ചോദിക്കാതെ പറഞ്ഞു വിട്ട കന്യാസ്ത്രീ മഠങ്ങളും പ്രീസ്റ്റും ഫാമിലിയും ഒക്കെ
താങ്കളും ആ പുസ്തകം വായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം പ്ലീസ് ലെറ്റ് മീ നോ യുവർ യോജിപ്പ് ആൻഡ് വിയോജിപ്പ്. സിസ്റ്റർ എന്ന് വിളിക്കട്ടെ എന്ന് ഞാൻ പറയുന്നതിന് കാരണം എനിക്ക് ഒന്നാമതേ അതിനോടൊരു ഇതായിരിക്കാം. എന്നെ സംബന്ധിച്ച് കേരളത്തിൽ സിസ്റ്റർ മീൻസ് കന്യാസ്ത്രീകളെയും നേഴ്സുമാരെയാണ് സാധാരണ സിസ്റ്റർ എന്ന് വിളിക്കുന്നത്. അല്ല സഹോദരി അല്ലെന്നൊക്കെ ഇങ്ങനെ പലരും പറയാറുണ്ട്. സഹോ ഉദരി, നോ, ഈവൻ മൈ ഓൺ ബ്രദേഴ്സ്, സഹോ ഉദരത്തിൽ പിറന്നവൾ പോലും എനിക്കിന്ന് ബ്രദേഴ്സ് അല്ല. ബിക്കോസ് ദിസ് നോ ബന്ധം, ഓൺലി ഇൻ DNA. സഹോദരി അല്ലെ സഹോദരൻ അല്ലെ സിസ്റ്റർ മീൻസ് ദർ ഈസ് ബന്ധം, ദർ ഈസ് ലവ്, എംപതി.